അഭിലാഷും നൂറയും ബിന്നിയും കൂടി നാളത്തെ ടാസ്കിന് എങ്ങനെയൊക്കെ ഓപ്പോസിറ്റിലുള്ളവരെ തോൽപ്പിക്കണമെന്നതിനെ പറ്റിയുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിന്നി ഭയങ്കര വലിയ പ്രതീക്ഷയിൽ വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ചേട്ടാ, നൂറയോട് പറഞ്ഞു കൊടുക്കുന്ന അത് ചെയ്യണം ഇത് ചെയ്യണം. പക്ഷേ ഇവരിതൊന്നും അറിയുന്നില്ല. പുറത്ത് ഇവർക്ക് മാത്രമേ എത്രത്തോളം ജനങ്ങൾ ഇവരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കിനി ഓരോ ദിവസം അവിടെ നിൽക്കാനുള്ളത്. ഈ ഒരു ടാസ്ക് ജയിച്ചെന്ന് വിചാരിച്ചത് കൊണ്ടൊന്നും ബിഗ് ബോസ് ഹൗസിൽ കൂടുതൽ ദിവസം നിൽക്കാൻ പറ്റത്തില്ലെന്ന് ഇവർ ചിന്തിക്കുന്നില്ല. മറ്റുള്ളവർക്ക് ഇട്ട് ഓരോ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബിന്നി ഇത്രയും വലിയ ഡയലോഗുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ പിന്നെ അപ്പുറത്തോട്ട് മാറി കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരെ തമ്മിലടിപ്പിക്കുക, ഇവിടുത്തെ എന്ന് അവിടെ ചെന്ന് പറയുക, ഒരാളിനെ പറ്റി മോശമായിട്ട് ബാക്കിയുള്ളവരെയും കൂടെ അറിയിക്കുക, അയാൾ ഇങ്ങനെയാണ് അയാൾ അങ്ങനെയാണെന്ന് മറ്റുള്ളവരുടെ അടുത്തുകൊണ്ടിരുന്ന് ചർച്ച ചെയ്യുക. ഇതൊക്കെ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം എങ്ങനെയൊക്കെ ടാസ്ക് ചെയ്ത് ജയിച്ചെന്ന് പറഞ്ഞാലും കൂടുതൽ ദിവസം അവിടെ നിൽക്കാൻ പറ്റും. ഈ ആഴ്ചയിൽ എന്തായാലും എവിക്ഷനിൽ ബിന്നി പുറത്ത് പോകാനാണ് സാധ്യത. ആര്യൻ്റെ ബാക്കി കയ്യിലിടയ്ക്ക് എടുത്തിട്ട് ഒരാൾ കാലും പിടിക്കുവാണെങ്കിൽ മസ്താനി വേണ്ടി ഞാൻ എടുത്തു. ചേട്ടനും എനിക്ക് തൊടാൻ പറ്റുമോ? പറ്റും, കുഴപ്പമില്ല. നിനക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട്, നീ അങ്ങോട്ട് പോയി പേടിപ്പിച്ചാലും മതി. നീ തൊടണ്ട, നീ എടുക്കണ്ട, പിടിക്കാൻ പോയാൽ മതി, കാണിച്ചാൽ മതി. മാറ്റുന്ന മസ്താനിയെ എടുക്കാൻ പറ്റും. ഈ തൊപ്പിയും വെച്ചോണ്ട് ഡൈനിങ് ടേബിളിലൊക്കെ വെച്ചിട്ട് ഓടിക്കോളാം. തൊപ്പിയും വെച്ചോണ്ട് കൊടുക്കാതെ ഒരിക്കലും നമ്മൾ ആ ഗ്യാപ്പിൽ പോയി എടുത്തോളാം. നമ്മളത് എന്ത് ഗെയിമായി കളിച്ചോണ്ടിരിക്കുന്നു തോന്നും. പക്ഷെ നമ്മളെ ഗെയിം പിടുത്തം കൊടുക്കാൻ വേണ്ടി നമ്മൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 ബിന്നി എന്ന കണ്ടസ്റ്റൻറ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഈ കണ്ടസ്റ്റൻറ്റിനെ ഇഷ്ടമാണോ? അവിടുത്തെ ആക്ടിവിറ്റികളും അവരുടെ സ്വഭാവങ്ങളും മറ്റുള്ളവരോടുള്ള അവരുടെ പെരുമാറ്റവും നിങ്ങൾക്കിഷ്ടമാണോ? നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും കാണും വരേക്കും നന്ദി.